ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. അഭിവാദേ കൃഷ്ണശർമ്മ നാമ അഹമസ്മി ഭോ. എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ നാമധേയത്തിൽ തുടങ്ങിയ ഒരു നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ഭാരതത്തിൻ്റെ 1881 ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് ഇന്നേക്ക് 4 വർഷം മുമ്പ് രൂപം കൊണ്ടതാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. ലോകമെമ്പാടും സനാതനധർമ്മത്തെ ആചരണത്തിലൂടെ പ്രചരിപ്പിക്കുകയും അതുപോലെ തന്നെ ശങ്കരോതീതി ശങ്കര, ലോകത്തിന് മംഗളം നൽകുന്നതിന് വേണ്ടി ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അദ്വൈത സിദ്ധാന്തം ലോക നന്മയ്ക്ക് വേണ്ടി ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക, ആചരിപ്പിക്കുക, ഇതാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ സംസ്കൃതിയെ അടുത്തറിയുന്നതിന് പ്രഥമമായി വേണ്ടത് സംസ്കൃതത്തെ അറിയുക എന്നുള്ളതാണ്. സംസ്കൃത പഠനം അനിവാര്യമല്ല എന്നാണ് പലപ്പോഴും കണ്ടുവച്ചിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ സംസ്കൃത പഠനം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ സംസ്കൃതിയെ അടുത്തറിയുന്നതിനായിട്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ സുകൃതം സംസ്കൃതം എന്ന നാമധേയത്തില് സംസ്കൃത പഠനം തുടങ്ങുകയുണ്ടായി. ആദ്യത്തെ സെഷനിൽ ഏതാണ്ട് 360ഓളം ആൾക്കാർ പഠിക്കുവാൻ ചേർന്നിരുന്നു. അതിനുശേഷം ഇത് രണ്ടാമത്തെ സെഷനാണ്. ആദ്യം നമ്മൾ 10ഓളം, ഏതാണ്ട് 10 മാസമാണ് ക്ലാസ് നടത്തിയത്. ഡോക്ടർ ഉമാ വയപ്പുറം, അതേപോലെ തന്നെ മഞ്ജുഷ ടീച്ചറും ഇവർ രണ്ടുപേരും 2 സെഷനായിട്ട് നടത്തിയിരുന്നു. 2 ക്ലാസ്സുകളിലുമായിട്ട് 360ഓളം പഠിതാക്കള് 10 മാസം സംസ്കൃതം പഠിക്കുകയുണ്ടായി. ഇത് സംസ്കൃത പഠനത്തിന്റെ 2ാം ഘട്ടമാണ്, സെഷൻ 2. നമ്മള് ഈ സംസ്കൃത പഠനം മാത്രമല്ല, അതിലുപരി അദ്വൈത ലഹരി എന്ന നാമത്തില് വേദം മുതൽ പുരാണം വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വേദങ്ങളും നാം പഠിപ്പിച്ചു. 4 വേദങ്ങളും അർത്ഥം, അന്തസത്ത എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഉപനിഷത്തുകളിലേക്ക് കടന്നിരിക്കുകയാണ്. 5-6 ഉപനിഷത്തുകൾ പഠിച്ചു. ഇപ്പൊ ഛാന്തോഗ്യോപനിഷത്തിൽ എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് കഴിഞ്ഞ 2.5 വർഷമായി നമ്മൾ അദ്വൈത ലഹരിയിലൂടെ വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ചു വരുന്നു. വേദങ്ങള്, ഉപനിഷത്തുകള്, വേദാംഗങ്ങള്, സ്മൃതികള്, അതുപോലെ തന്നെ പുരാണങ്ങള്, ഇതാണ് ഈ അദ്വൈത ലഹരിയിലൂടെ നമ്മൾ കണ്ടുവരുന്ന ലക്ഷ്യം. അതുകൂടാതെ സനാതന ധർമാമൃതം എന്ന നാമധേയത്തില് സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുന്ന ഭാഗമായിട്ട് സനാതനധർമ്മത്തിന്റെ കാതലായ ഭാഗങ്ങള് അദ്വൈത ആചാര്യന്മാർ ക്ലാസുകൾ നടത്തി വരുന്നു. ദിഗ്വിജയം എന്ന ക്ലാസ്, അതുകൂടാതെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃതികളെ അദ്ദേഹം ഏതാണ്ട് 33ഓളം പ്രഥമ കൃതികളും 62ഓളം സ്തുതികീർത്തനങ്ങളും പിന്നീട് അദ്ദേഹത്തിന്റെ ബ്രഹ്മസൂത്രവും, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ഭഗവത് പ്രസ്ഥാനത്രയി, ഇവയെല്ലാം അർത്ഥമറിഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഗുരുനാഥയായ സ്വാമിനി ജ്ഞാനാഭനിഷ്ഠ. അതുകൂടാതെ അഹം ബ്രഹ്മാസ്മി എന്ന ഒരു പാഠ്യപദ്ധതിയിലൂടെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമായിരിക്കുന്ന അർത്ഥമറിഞ്ഞ് ഉപാസനയ്ക്ക് യോഗ്യമായ കൃതികളെ നാം പഠിപ്പിച്ചു വരികയാണ്. ആദ്യമായിട്ട് 100 ശ്ലോകങ്ങൾ അടങ്ങിയ സൗന്ദര്യലഹരിയാണ്
നമ്മൾ പഠിച്ചത്. എല്ലാ ചൊവ്വാഴ്ചയുമാണ് അഹം ബ്രഹ്മാസ്മി പഠിപ്പിച്ചു വരുന്നത്. അരമണിക്കൂർ ക്ലാസ്സുകളാണ്. രണ്ടാമത് ഇപ്പോൾ ഭജഗോവിന്ദം നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. പിന്നീട് നാളേക്കുള്ള തലമുറകളെ വാർത്തെടുക്കുന്ന ഭാഗത്തിന്റെ ഭാഗമായിട്ട് ബാലശങ്കരം എന്ന മറ്റൊരു പാഠ്യപദ്ധതി നമ്മളുടെ കുട്ടികൾക്കായിട്ട് നാം നടത്തി വരുന്നു. അതുപോലെ തന്നെ അതുല്യ ഭാരതം, ഭാരതത്തിലെമ്പാടുമുള്ള പ്രത്യേകിച്ചും എല്ലാവരും അറിയപ്പെടുന്നതായിട്ടുള്ള ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യമുള്ള ആഘോഷങ്ങളെ നാം ഏവരും ചേർന്ന് ആഘോഷിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ സത്സന്ധ്യ, എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് ഒന്നിച്ചിരുന്ന് സന്ധ്യാനാമം ചൊല്ലുക, കീർത്തനങ്ങൾ ഉച്ചരിക്കുക. സത്സംഗാൽ ജ്ഞായതേ ജ്ഞാനം, സത്സംഗാൽ ലഭ്യതേ സുഖം എന്നാണല്ലോ. അതുകൊണ്ട് സത്സന്ധ്യ നടത്തുക. രാമായണ മാസക്കാലത്ത് ആ ഒരു മാസം മുഴുവൻ നമ്മൾ ഒന്നിച്ചിരുന്ന് രാമായണം വായിക്കുന്നു. രാമായണ മാസം ആചരണമുണ്ട്. അതുപോലെ തന്നെ വൈശാഖ മാസാചരണം നമ്മൾ നടത്തി വരുന്നു. അതുപോലെ തന്നെ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങള്, ഭാരതീയ സംസ്കൃതി ക്ഷേത്രങ്ങളിലാണ് ഉറങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭാരതത്തിലെ ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ക്ഷയോന്മുഖമായിരിക്കുന്ന, നാശോന്മുഖമായിരിക്കുന്ന ക്ഷേത്രങ്ങളെ നമ്മൾ പുതുക്കി പണിയുവാനുള്ള ശ്രമത്തിലുമാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് ശങ്കരഗ്രാം എന്ന പദ്ധതിയിലൂടെ സാധാരണ ജനങ്ങളെ നാം ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്ന പ്രസ്ഥാനമായതുകൊണ്ട് സാധാരണ ജനങ്ങളെ നാം സഹായിച്ചും വരുന്നു. നമ്മൾ ഏതാണ്ട് കാലടി ആസ്ഥാനമാക്കി 18ഓളം കുടുംബങ്ങളുള്ള ഒരു ഗ്രാമം നാം ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന സകല സഹായങ്ങളും നമ്മൾ ചെയ്ത് നാളേക്ക് വേണ്ടി അവരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അനേകം ചാരിറ്റബിൾ ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ സാംസ്കാരിക സാമൂഹിക പദ്ധതികളും നാം നടത്തി വരുന്നു. അപ്പൊ സംസ്കൃതത്തെ അറിയേണ്ടത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംസ്കൃത പഠനം രണ്ടാമത്തെ സെഷനും നാം ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഔപചാരികമായിട്ട് രണ്ടാമത്തെ സെഷൻ തുടങ്ങുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ആ ഔപചാരികതയുടെ ഭാഗമായിട്ടും ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം നമ്മളുടെ ചെന്നൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീ സജിന രാജേഷിനെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സജിനാജി ഉണ്ടോ? സജിനാജി ഒരു മീറ്റിംഗിലാണ്. സരസ്വതി ഏട്ടത്തിയുണ്ട്. സരസ്വതി ഏട്ടത്തി ക്ഷണിച്ചോളൂ. സരസ്വതിയോ പോളെ ആദരപൂർവ്വം ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് നാം ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. അജ്ഞാനാന്തർ ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവ ശിഖാ താപപാപാസ്യ മാനാ മുഗ്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തി ചരതി ഭുവനേ ശങ്കരാചാര്യ രൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.
ജയശങ്കര. ജയശങ്കര, നന്ദി സരസ്വതി. അപ്പോളെ നമ്മളുടെ ഈ സംസ്കൃതം ക്ലാസ് ഒരു മാസത്തില് ഇടവിട്ടുള്ള ആഴ്ചകളിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നൊരു ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച ഇല്ല, അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച നമുക്ക് സംസ്കൃതം ക്ലാസ് ഉണ്ടാകുന്നതാണ്. അരമണിക്കൂറാണ് നമ്മൾ ക്ലാസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നൊരു പക്ഷേ ഒരല്പം ദീർഘനേരം പോയി എന്ന് വരാം. നമ്മൾ രണ്ടാമത്തെ സെഷൻ തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ പരിചയപ്പെടുകയാണല്ലോ ആദ്യമായിട്ട്. പിന്നീട് പ്രത്യേകിച്ചുള്ളത് നിങ്ങളെല്ലാവരുടെയും പേരും ഡീറ്റെയിൽസും തരിക. ഇത് കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. ടീച്ചർ പഠിപ്പിക്കുന്നത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കുവാൻ ശ്രമിക്കുകയും വേണം. നമ്മൾ സ്വാഗത പ്രസംഗത്തിനായിട്ട്, സ്വാഗതം അരുളുന്നതിനായിട്ട് ശ്രീമതി ഉഷാ ചേന്നാസിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സർവേഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. വളരെ സരളവും എന്നാൽ പ്രാചീനവും ദേവഗണ ഭാഷയും കൂടിയായ സംസ്കൃതമാണ് നമ്മൾ വീണ്ടും പഠിക്കാൻ, അഥവാ രണ്ടാമതൊരു സെഷനിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ആദിശങ്കര ഫൗണ്ടേഷന്റെ ഇത്തരം നിരവധി 16ഓളം വിഭാഗങ്ങളാണ് ആദിശങ്കര ഫൗണ്ടേഷൻ ഇതിനകം നടത്തി വരുന്നത്. അതിൽ ഇന്ന് പുതുതായി ആരംഭിക്കുന്ന സുഹൃതം സംസ്കൃതം എന്നതിൻ്റെ രണ്ടാമത്തെ സെഷൻ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഒരു പരിധിവരെ സനാതനധർമ്മത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഈ അറിവിന്റെ മാലയെ, അതായത് സുഹൃതം സംസ്കൃതത്തിലൂടെ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയുന്നതോടൊപ്പം ഇതിലേക്ക് നയിച്ച ഇത്തരം ഒരു രണ്ടാമതും ഒരു സംസ്കൃത അറിവ് സാധാരണക്കാരായ എല്ലാവരിലേക്കും എത്തിക്കാൻ വളരെയധികം അത്യധ്വാനം ചെയ്ത് ഒരുപക്ഷെ ധാരാളം ബുദ്ധിമുട്ടുകളും എടുത്തുകൊണ്ട് നമുക്ക് എത്തിച്ചു തരുന്ന ഈ ആദിശങ്കര ഫൗണ്ടേഷന്റെ ഭാരവാഹികളെ സാദരം പ്രണമിച്ചുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും, ഇപ്പൊ നേരത്തെ ഡോക്ടർ ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ രണ്ടാമത്തെ സെഷൻ ഡോക്ടർ ഉമയടക്കം മുമ്പും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി രണ്ടാമത്തെ സെഷൻ തുടങ്ങുന്ന ഈ സമയത്ത് ആദിശങ്കര ഫൗണ്ടേഷനിലെ ഓരോരുത്തരെയും ഔപചാരികതയുടെ പേരിൽ ഞാൻ സാദരം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ ഗുരു എന്തു പറഞ്ഞാലും നല്ലൊരു ഗുരുവിനെ കിട്ടുക എന്നത് നമ്മുടെ ഭാഗ്യമാണ്. അതും സംസ്കൃത അധ്യാപികയായ ഡോക്ടർ ഉമാ വയപ്രം തന്നെ രണ്ടാമതും ഈ ഒരു സെഷൻ എടുക്കാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നതിന് നമ്മൾ എത്രയല്ലേ നന്ദി പറയാൻ പാടില്ല. ഗുരുവിനോട് നമ്മൾ നന്ദി പറയാൻ പാടില്ല. ഗുരു നമ്മളെ അനുഗ്രഹിക്കുക വേണ്ടേ, അറിവ് നമുക്ക് കിട്ടുക വേണ്ടേ. എന്തായാലും അങ്ങനെയുള്ള നമ്മുടെ ഡോക്ടർ ഉമയെ തന്നെ നമ്മുടെ ഈ സംസ്കൃത അധ്യാപനത്തിന്റെ ഗുരുവായി കിട്ടിയ നാം എത്ര ഭാഗ്യവാന്മാരാണല്ലേ. അപ്പൊ ഉമയെ സ്നേഹത്തോടെ ഈ രണ്ടാമത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഉമയെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫൗണ്ടേഷന്റെ മലപ്പുറം കോർഡിനേറ്ററായ ശ്രീമതി പ്രീത വടക്കത്താണ്. പ്രീതയും ഇതുപോലെ സംസ്കൃത അധ്യാപിക തന്നെയാണ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ പ്രീത ഇപ്പോൾ കാടാമ്പുഴയിലാണ് താമസം. വളരെ സ്നേഹത്തോടെ പ്രീതയെയും ഉമയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഡോക്ടർ ജയകൃഷ്ണനെ പറഞ്ഞു തുടങ്ങി. നമ്മുടെ ഹോസ്റ്റാണ്. ഞാൻ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഔപചാരികതയുടെ പേരിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രാർത്ഥന ചെയ്തു കഴിഞ്ഞു എങ്കിൽ കൂടെയും സരസ്വതി എടുത്തിയെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതിനപ്പുറം നമ്മൾ തുടങ്ങുകയാണ്. പഠിതാക്കളായ ഞാനും ഒരു പഠിതാവാണ്. നമ്മൾ ഓരോരുത്തരും
എങ്ങനെ സംസ്കൃതം അറിയണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഗുരുക്കന്മാരുടെ കൂടെ നമ്മളും തുടങ്ങുകയാണ്. ഈ ദേവഭാഷയായ സംസ്കൃതം, സർവഭാഷയുടെയും അമ്മയായ ജനനിയായ സംസ്കൃതം അറിയാൻ നമ്മൾ തുടങ്ങുകയാണ്. അങ്ങനെയുള്ള നമ്മൾ പഠിതാക്കളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഈ അവസരം ഏറ്റവും നന്നായി ഉപയോഗിക്കണം. കാരണം നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ പുസ്തകം കയ്യിൽ കരുതണം. നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ ഓർമ്മ കിട്ടുന്ന, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ പഠിക്കണം എന്നുള്ള മനസ്സിലെ ദൃഢമായ നിശ്ചയം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു കൊല്ലം, എത്ര കാലമാണെന്ന് അറിഞ്ഞിട്ടല്ല എങ്കിലും ഈ ഒരു കൊല്ലം നമുക്ക് പല മോഹങ്ങളും പലർക്കുണ്ടാവും. ചിലർക്ക് രഘുവംശവും, ചിലർക്ക് നൈഷധീയ, പലർക്കും പല മോഹങ്ങളാവാം. എങ്കിലും നമ്മുടെ ആ മോഹം ഭാഗവതം വായിക്കാനാവാം. നമ്മുടെ ആ മോഹം സാക്ഷാത്കരിക്കാൻ പാകത്തിന് നമ്മൾ ഓരോരുത്തരും ഈ ഒരു അവസരത്തിൽ തയ്യാറെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പഠിതാക്കളെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി ഉഷ ചൈനാഷ്. നമ്മൾ ഒരു ആചാര്യ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗുരു എങ്ങനെയാണ് എന്ന് സാധാരണ സംസ്കൃത ശ്ലോകങ്ങളുണ്ട്, അതെല്ലാം ഉദ്ധരിച്ച് എനിക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ല, അത് നമ്മൾ നേരിട്ട് അറിയുമ്പോൾ അതിൻ്റെ മാധുര്യം വേറെയാണ്. അപ്പം എങ്ങനെയാണോ ഒരു ആചാര്യ ആവേണ്ടത്, അങ്ങനെ ഉത്തമയായ ഒരു ആചാര്യയാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. ഉമ ടീച്ചർ നമുക്ക് പുതിയതല്ല, ഇതിന് മുമ്പും ഉമ ടീച്ചർ തന്നെയാണ് ആദ്യത്തെ സെഷനിൽ സുഹൃതം സംസ്കൃതം എന്ന നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും നടത്തിയിരുന്നു. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് ഉമ ടീച്ചറായിരുന്നു, ഇംഗ്ലീഷ് മഞ്ജുഷ ടീച്ചറുമായിരുന്നു. അപ്പോൾ ആ നമ്മളുടെ പ്രിയങ്കരിയായ ആദരണീയയായ നമ്മളുടെ സംസ്കൃത അധ്യാപികയെ, നമ്മളുടെ ആചാര്യയെ, നമ്മളുടെ ഗുരുവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നതിനായിട്ട് നമ്മളുടെ മലപ്പുറം കോർഡിനേറ്റർ ആയിരിക്കുന്ന ശ്രീമതി പ്രീത വടക്കത്തിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി പ്രീത. ജയശങ്കര. നമസ്കാരം. ജയ്ശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. ഇവിടെ സംസ്കൃതത്തിനെ കുറിച്ചും സംസ്കൃത ഭാഷയെക്കുറിച്ചും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാം ഇവിടെ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. വളരെ ഭംഗിയായി എല്ലാ പ്രവർത്തനം നടക്കുന്നു എന്നറിഞ്ഞത് വളരെ സന്തോഷം. ഇവിടെ എൻ്റെ കർമ്മം എന്നത് ഉമ ടീച്ചറെ പരിചയപ്പെടുത്തലാണ്. ഞാനും ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ്, മലപ്പുറം കാരി തന്നെയാണ്. ഉമ ടീച്ചർ ആവട്ടെ മലപ്പുറം ജില്ലയിലെ തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. വർഷങ്ങളായി ഞങ്ങൾക്ക് നേരിട്ട് നല്ലപോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ തന്നെ ചെയ്യാമെന്ന് സന്തോഷത്തോടെ ഏറ്റെടുത്തതാണ്. ഉമ ടീച്ചർ കോഴിക്കോട് സ്വദേശിനിയാണ്. അവിടെ കോഴിക്കോട് തന്നെയാണ് പഠിച്ചത്, സംസ്കൃതം, BA MA എല്ലാം. പിന്നെ ഭാഗവത സംബന്ധിയാണ് ജീവിതം തന്നെ ഉമ ടീച്ചറുടെ, അതാണ് പറയേണ്ടത്. ഭാഗവതത്തിൽ തന്നെയാണ് PhD എടുത്തത്, അതും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. അതിലൊക്കെ അപ്പുറം ജീവിതം ശരിക്കും ഭാഗവതത്തിനായിട്ട്, ഹസ്ബൻഡും അദ്ദേഹവും ഒരു ആചാര്യൻ തന്നെയാണ്. മുഴുവൻ ഭാഗവതത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു അധ്യാപിക തന്നെയാണ്. അപ്പൊ നമുക്ക് സംസ്കൃതവും ഭക്തിയും എല്ലാം വേണ്ട പോലെ നമ്മുടെ അധ്യാപികയിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നുള്ളത് വളരെ ഉറപ്പാണ്. അപ്പൊ ഇത്രയും നല്ല അധ്യാപികയെ ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇത്രയും നല്ല അധ്യാപികയെ നമുക്ക് ഇവിടെ കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷമാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ സന്തോഷപൂർവം ഉമ ടീച്ചറെ ഞാൻ പരിചയപ്പെടുത്തുന്നു എല്ലാവർക്കുമായിട്ട്. ഈ സംസ്കൃത അധ്യാപിക നിങ്ങൾക്ക് ഉടനീളം ഈ വർഷം മുഴുവൻ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് നല്ലൊരു അധ്യാപിക തന്നെയായിരിക്കും, ഉറപ്പാണ്. അപ്പൊ എല്ലാവരും സംസ്കൃതം പഠിക്കുക, വളരുക. ഞാൻ അധികം നീട്ടിപ്പൊക്കൊണ്ട് പോകുന്നില്ല. സംസ്കൃത ഭാഷയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-14 കൊല്ലമായി കേരളത്തിൽ LP തലത്തിൽ പോലും സംസ്കൃതമുണ്ട്. 1ാം ക്ലാസ് മുതൽ സംസ്കൃതം സ്റ്റേറ്റ് സിലബസിൽ അടക്കം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാം 1ാം ക്ലാസ്സിലും ഉണ്ടാവുകയില്ല. UP യിൽ സംസ്കൃതമുള്ള
1-ാം ക്ലാസ്സുകളിൽ 1 മുതൽ 4 വരെ ഇപ്പൊ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു 2010-ലോ 12-ലോ ഒക്കെയാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അത്രയും അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. സംസ്കൃതം പഠിക്കാനുള്ള കുട്ടികൾ കൂടുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. സംസ്കൃത ഭാഷ കേട്ട് വളരുന്നുണ്ട് കുട്ടികൾ ചെറിയ പ്രായത്തിലെ തന്നെ. അപ്പൊ ഇതെല്ലാം സംസ്കൃതത്തിന്റെ ഒരു പുരോഗതിയിലേക്ക് നയിക്കുന്നുണ്ട്. ഇനിയും ആ പുരോഗതി ഉണ്ടാവുക തന്നെ ചെയ്യും, സംശയിക്കേണ്ട. ഒരു നല്ല അധ്യയന വർഷം കാലം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നന്ദി ശ്രീമതി പ്രീത വടക്കത്ത്. ജയശങ്കര, ആദരപൂർവ്വം, ഇനി നമ്മളുടെ സസ്പെൻസ് ഒരുപാട് ഉണ്ടാക്കുന്നില്ല, വളരെ ആദരപൂർവ്വം നമ്മളുടെ ആചാര്യ ശ്രീമതി ഡോക്ടർ ഉമാ വയപ്പുറത്തെ വേദിയിലേക്ക് ക്ലാസ് എടുക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. ടീച്ചർ. നമസ്കാരം. നമസ്കാരം ജയശങ്കര. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടെ കാലാവസ്ഥ കുറച്ചൊന്ന് അപകടമാണ്. ചെറിയ മഴ കുറച്ചധിക സമയമായിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുമെന്ന് കരുതുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. രണ്ടാമത്തെ ഘട്ടത്തിലും ഇതുപോലെ സംസ്കൃത പഠനം തുടങ്ങി അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ വലിയ സന്തോഷം. സംസ്കൃതം എന്ന് പറയുന്നത് വെറുമൊരു ഭാഷ മാത്രമല്ല. ലോകത്തിൽ അനേകം ഭാഷകളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്നല്ല, ആരെ സംബന്ധിച്ചും സംസ്കൃതം ഒരു ഭാഷ എന്നുള്ളതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതൊരു സംസ്കാരമാണ്. നമുക്ക് അളക്കാൻ കഴിയാത്ത ഒരു വിജ്ഞാന ഖനിയാണ്. സത്യത്തിൽ ഇതിലുണ്ടായിരുന്ന ഒരു വൈജ്ഞാനിക സമ്പത്തിന്റെ കുറെ ഒരു ഭാഗം ഇപ്പോഴും നമ്മൾ അറിയാതെ കിടക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ നമുക്ക് സംസ്കൃതം പഠിക്കണം. ഒരു ഭാരതീയനായി ജനിച്ചു കഴിഞ്ഞാൽ സംസ്കൃതം പഠിച്ചേ തീരൂ. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ സംസ്കൃതം ഉണ്ട് എന്ന് പറയാം. നമ്മുടെയൊക്കെ ഭാഗമാണ് സംസ്കൃതം. നമുക്ക് മലയാളത്തിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ വേണ്ട 1 മിനിറ്റ് പോലും ഒരു സംസ്കൃത വാക്ക് ഉപയോഗിക്കാതെ സംസാരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതിനുവേണ്ടി മണിക്കൂറുകളെടുത്ത് തനി മലയാള പദങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ തയ്യാറായി നിൽക്കേണ്ടി വരും. അതല്ലാത്ത രീതിയിൽ, സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു 1-2 മിനിറ്റ് പോലും ഒരു സംസ്കൃത പദവും ഉപയോഗിക്കാതെ സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മുടെ ഒരു ഭാഗമാണ് സംസ്കൃതം എന്നുള്ളത്. അത് നമ്മുടെ രക്തത്തിലുണ്ട്. പക്ഷേ നമ്മളത് പലപ്പോഴും അറിയുന്നില്ല. ആ ഒരു ഭാഷയ്ക്ക് വേണ്ടത്ര ബഹുമാനം നമ്മൾ കൽപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് കുറച്ചെങ്കിലും നമ്മൾ മാറി ചിന്തിക്കുന്നു, കുറച്ചെങ്കിലും താല്പര്യം ഇതിന്റെ പാഠനങ്ങൾക്കായിട്ട് കാണിക്കുന്നു എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സംസ്കൃതത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. മണിക്കൂറുകളോളം സംസാരിക്കാം.
കാരണം അതിൽ ഉള്ള സമ്പത്തിനെ പറ്റി ഒരു ചെറിയ വിവരണം നൽകുക എന്നുള്ളത് പോലും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമാണ്. ഇപ്പോഴും നമ്മൾ തുറക്കാത്ത എത്രയോ ഗ്രന്ഥങ്ങള്, എത്രയെത്രയോ താളിയോലകള്, അറിവിന്റെ അമൂല്യ ഖനികളായിട്ടുള്ള താളിയോലകള് പഠിക്കപ്പെടാതെ കിടക്കുകയാണ്. ഇനി നമ്മള് കണ്ടെത്തിയത് തന്നെ അതിനെപ്പറ്റി പുറം ലോകം വേണ്ടത്ര അറിയുന്നില്ല. അപ്പൊ എന്തായാലും ഇതിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ ആമുഖം വളരെ നീണ്ടുപോകും. കാരണം അത്രയ്ക്ക് സംസ്കൃത ഭാഷയെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട്. എന്തായാലും നമുക്ക് അധികം വിസ്തരിക്കാതെ ഇതിലേക്ക് കടക്കാം. സംസ്കൃതത്തിന് ധാരാളം പേരുകളുണ്ട്. അമരവാണി, ഗീർവാണി, ഭാരതി, വേദവാണി, ദേവവാണി, ഇങ്ങനെയൊക്കെ പറയാം. ഈ ഭാഷ എന്നുള്ള പദം പോലും സംസ്കൃതമാണ്. ഇപ്പൊ ഈ വാണി എന്നുള്ള വാക്ക്, ഇതൊക്കെ നമുക്ക് എത്രയോ പരിചയമുള്ള വാക്കുകളാണ്. സൂര്യൻ എന്നുള്ളത് അതിൽ മലയാളത്തിൽ അൻ എന്ന പ്രത്യയം ചേർത്ത് പറയാണ്. ആ അൻ പ്രത്യയം മാറി വിസർഗം ചേർത്ത് കഴിഞ്ഞാൽ സൂര്യഹ, അത് സംസ്കൃതമായി. അതുപോലെ ചന്ദ്രൻ, ചന്ദ്രഹ. ഇനി നക്ഷത്രം, അത് തനി സംസ്കൃതം, അതിൽ മാറ്റമൊന്നുമില്ല. നക്ഷത്രം, ആകാശം, അതുപോലെ വിമാനം. ഇങ്ങനെ ആകാശത്തും ഭൂമിയിലും സ്വർഗത്തിലും എല്ലാമുള്ള നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പല വാക്കുകളും നമ്മൾ അറിയാതെ നമ്മൾ പറയുന്ന സംസ്കൃത വാക്കുകളാണ്. സുഖം, ദുഃഖം, സന്തോഷം, സങ്കടം, ലജ്ജ, രാത്രി, ഇങ്ങനെ എത്രയോ വാക്കുകൾ. അപ്പൊ ഇതിനൊന്നും പകരമായിട്ട് നമുക്ക് തനി മലയാളം വാക്ക് ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വളരെ വിഷമകരമായിരിക്കും. പല വാക്കുകൾക്കും പകരം വയ്ക്കാൻ പറ്റുന്ന മലയാളം വാക്കുകളില്ല. അപ്പൊ ഇത്രയും പറഞ്ഞത്, പലർക്കും സംസ്കൃതം പഠിക്കാം എന്ന് പറയുമ്പോൾ ഒരു ഭയമുണ്ട്. എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഭയമുണ്ട്. നമ്മളെ കൊണ്ട് പറ്റും, കാരണം അത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംസ്കൃത പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സംസ്കൃതത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് നാരായണീയം വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുമ്പോൾ, ഭഗവത്ഗീത വായിക്കുമ്പോൾ, ഇനി നമ്മുടെ രാമായണ മാസമാണ് വരാൻ പോകുന്നത്. ഇപ്പൊ വാൽമീകി രാമായണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ സംസ്കൃതത്തിലെ ഏറ്റവും ലളിതമായ ഗ്രന്ഥമാണ് എന്ന് പറയാം. അപ്പോൾ ആ വാൽമീകി രാമായണത്തിലെ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് അതിന്റെ ഒരു സാമാന്യ അർത്ഥം മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ അതിന്റെ ഓരോ പദത്തെയും വിഗ്രഹിച്ച് അതിനെ വ്യാഖ്യാനിക്കാനോ അതിന്റെ ധാതു അറിയാനോ അതിന്റെ വ്യാകരണം അറിയാനോ മനസ്സിലാക്കണം എന്നല്ല. നമുക്കൊരു സാമാന്യ അർത്ഥം ഒരു സംസ്കൃത ശ്ലോകം കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ പലപ്പോഴും നമുക്ക് ഗുരവേ നമഃ എന്നുള്ളത് ഇന്ന് ചൊല്ലിയല്ലോ, തസ്മൈ ശ്രീ ഗുരവേ നമ. പലപ്പോഴും ഗുരുവേ നമ എന്ന് തെറ്റായിട്ട് ചൊല്ലുന്നത് കേൾക്കാറുണ്ട്. അതുപോലെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ വന്ദന ശ്ലോകമൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മൾ ഭക്തിയോടെയാണ് ചൊല്ലുന്നത്. അപ്പൊ ആ സമയത്ത് ഇതുപോലെ തെറ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു മോശമാണ്, അത് ശരിയല്ല. അപ്പൊ അത്തരത്തിലുള്ള തെറ്റുകൾ വരാതെ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഈ വിഭക്തി രൂപങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു തെറ്റ് വരില്ല. ഗുരവേ എന്നുള്ള വാക്കിനെ പരിചയപ്പെട്ടാൽ അത് വരില്ല. അപ്പൊ ഇത്തരത്തിൽ ചെറിയ ചെറിയ ശ്ലോകങ്ങളിലെ സംസ്കൃതം മനസ്സിലാക്കാനും അതുപോലെ സാമാന്യ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഒരു സാമാന്യ ആശയം നമുക്ക് കിട്ടണം, അതിനു വേണ്ടിയും അതൊക്കെയാണ് ഈ ഒരു പഠനത്തെ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. പിന്നെ നമുക്ക് ചെറിയ ചെറിയ സുഭാഷിതങ്ങള് അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്ലോകങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ സംഭാഷണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ നമുക്ക് ലളിതങ്ങളായ ചില വാക്യങ്ങൾ പറയാനുള്ള ഒരു പരിശീലനം അതും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സമയം 1/2 മണിക്കൂറാണ്.
ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരത്തില് ഒരു കുറച്ച് ഭാഗങ്ങൾ, വ്യാകരണപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഭാഷയെ പരിചയപ്പെടുത്തൽ, പദങ്ങൾ പഠിക്കൽ, പിന്നെ നമുക്ക് പരിചയമുള്ള ലളിതങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളെ പരിചയപ്പെടുത്തൽ, പിന്നെ 1-2 സംഭാഷണം, ഈ രീതിയിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓൺലൈൻ പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് മുന്നിലിരിക്കുന്നവരെ കാണുന്നില്ല എന്നുള്ള ഒരു പരിമിതി ഉണ്ട്. അത് ഏത് ക്ലാസ് ആയാലും, ഇപ്പൊ ഓൺലൈൻ ആയിട്ടാണ് കൂടുതൽ ക്ലാസ്സുകൾ നടക്കുന്നത്, അതാണ് നമുക്ക് സൗകര്യവും. പലപ്പോഴും നമുക്ക് ശാരീരികമായിട്ട് എല്ലാവർക്കും ഒത്തുചേരാനുള്ള പല പല തടസ്സങ്ങളുണ്ട്. അപ്പൊ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് നേരിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ തീരുമാനിച്ചത് ഈ ഒരു 2 ആഴ്ച നമുക്ക് ഇടവേള ഉണ്ടല്ലോ. ഇപ്പൊ ഒരു ഞായറാഴ്ച ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ഇല്ല, അതിനടുത്ത ഞായറാഴ്ചയാണ്. അപ്പൊ ആ 2 ആഴ്ചകളിൽ നമ്മൾ ഗ്രൂപ്പിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു ആഴ്ച എടുത്ത ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് വാക്യങ്ങള്, കുറച്ച് പദങ്ങള്, അതൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ പങ്കെടുക്കുന്നവരെല്ലാം അവനവനെ കൊണ്ട് പറ്റുന്നത് പോലെ അതിനോട് പ്രതികരിക്കുക. അപ്പോൾ നമുക്ക് ഈ വാക്യങ്ങളൊക്കെ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് വോയിസ് മെസ്സേജ് ആയിട്ടും വാക്യങ്ങൾ പറയാം. പക്ഷെ അതിൽ നമ്മൾ തെറ്റുമോ അങ്ങനെയുള്ള ചിന്തയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരും ഈ ലോകത്തിൽ സമ്പൂർണ്ണരൊന്നുമല്ല. നമ്മളെല്ലാം പഠിക്കുന്നത് തെറ്റിയും കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ തെറ്റിൽ നിന്ന് ശരിയിലേക്കുള്ള ഒരു യാത്രയാണ് പഠനം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതിനെ അത് തെറ്റുമോ, അത് ശരിയാവില്ലേ, അങ്ങനെയുള്ള യാതൊരു ചിന്തകളും ഇല്ലാതെ എല്ലാവരും ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു നേരിട്ട് കാണുന്നില്ല എന്നുള്ള ആ പരിമിതി അത് മാറിക്കിട്ടും. അപ്പോ നമുക്ക് തുടങ്ങാം. ഞാൻ തുടങ്ങിയതൊരു ശ്ലോകം ചൊല്ലിക്കൊണ്ടായിരുന്നു. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. അപ്പോൾ ആ ഒരു ശ്ലോകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ആദ്യം തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. കാരണം സംസ്കൃതം എന്നത് ഞാൻ പറഞ്ഞു ഒരു ഭാഷ എന്നുള്ള നിലയ്ക്ക് അതിനപ്പുറത്ത് നമ്മുടെ അമ്മയാണ്. നമ്മുടെ നാടിനെ, ഭാരതത്തെ, നമ്മുടെ സംസ്കാരത്തെ കാണുന്നത് ഒരു അമ്മ എന്നുള്ള രീതിയിൽ. നമുക്ക് ഇവിടെ ശരീരം തന്ന, നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ അമ്മ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംസ്കാരം ഇത് പരമ്പരകളിലൂടെ പകർന്നു തന്നിട്ടുള്ളത് ഈ ഒരു ഭാരതഭൂമിയാണ്, സനാതന ധർമ്മമാണ്, സംസ്കൃത ഭാഷയാണ്. നമുക്ക് എന്തൊക്കെ സംസ്കാരത്തിന്റെ ആ ഒരു അംശം നമ്മുടെ ഉള്ളിൽ ഉണ്ടോ അതൊക്കെ പകർന്നു തന്നിട്ടുള്ളത് ഈ ഒരു ഭാഷയിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ അമ്മ തന്നെയാണ്. അപ്പൊ ഈ ഒരു ശ്ലോകത്തിലൂടെ തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. ഇതിനു ശേഷം 2 ശ്ലോകങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇതൊന്ന് ചൊല്ലുകയാണ്. പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും ശ്ലോകം. പറയുന്നത് സംസ്കൃതം നിത്യം പഠാമി. ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം 3 വരികളിൽ, ആദ്യത്തെ 3 വരികളിലുള്ള ആദ്യത്തെ പദങ്ങള് പഠാമി, വദാമി, ധ്യായാമി. പഠാമി, വദാമി, ധ്യായാമി. ഇതിലെ ക്രിയാപദങ്ങളാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ. പഠാമി, അഹം പഠാമി ഇതി അർത്ഥഃ. അഹം പഠാമി. അഹം എന്ന പദം ഈ ശ്ലോകത്തിൽ ഇല്ല. ഞാൻ, അതെല്ലാവർക്കും പരിചയമുള്ള വാക്കാണ്. അഹങ്കാരം, അഹംഭാവം എന്നൊക്കെ നമ്മൾ പറയല്ലോ. അഹം ബ്രഹ്മാസ്മി, നമ്മുടെ
മഹാവാക്യാണ് അഹം ബ്രഹ്മാസ്മി. അപ്പൊ അഹം എന്നുള്ള വാക്യ ശ്ലോകത്തിൽ ഇല്ല, അത് നമ്മൾ ചേർക്കുകയാണ്. കാരണം പഠാമി എന്ന് പറഞ്ഞതുകൊണ്ട്, വദാമി എന്ന് പറഞ്ഞതുകൊണ്ട്, ധ്യായാമി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഞാൻ ആണ് ഇത് ചെയ്യുന്നത് എന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം അഹം ആണ് ചെയ്യുന്ന ആളെങ്കിൽ, ഞാൻ ആണ് ചെയ്യുന്നതെങ്കിൽ ആ പഠാമി എന്നുള്ള ആ ഒരു ക്രിയാപദമാണ് അവിടെ വരിക. സംസ്കൃതം നിത്യം പഠാമി. അഹം നിത്യം എല്ലാ ദിവസവും സംസ്കൃതം പഠാമി. ഈ നിത്യം എന്നുള്ള വാക്ക് നമുക്ക് അറിയുന്ന വാക്കാണ്, നമ്മൾ മലയാള പദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നിത്യം സംസ്കൃതം പഠാമി, പഠിക്കുന്നു. സദാ സംസ്കൃതം വദാമി, എല്ലായ്പ്പോഴും സംസ്കൃതം പറയുന്നു. വദാമി ഇത്യസ്യ പറയുന്നു ഇത് അർത്ഥഃ. അഹം സംസ്കൃതം വദാമി, അഹം സമ്യക് സംസ്കൃതം ധ്യായാമി. സമ്യക് നന്നായിട്ട്, നല്ല രീതിയിൽ എന്നുള്ള അർത്ഥം, ഉത്തമമായിട്ട് സംസ്കൃതത്തെ ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു. അതായത് ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നു, മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അങ്ങനെയുള്ള സംസ്കൃത മാതരം വന്ദേ. സംസ്കൃത മാതാ, സംസ്കൃത ഭാഷയാണ്, അമ്മയാണ്. ഇത് രണ്ടും ചേർന്നതിനെയാണ് സംസ്കൃത മാതാ എന്ന് പറയുന്നത്. സംസ്കൃതമാകുന്ന മാതാവ്, അമ്മയെ എന്നുള്ള ദ്വിതീയ വിഭക്തി പദമാണ് സംസ്കൃത മാതരം. എന്താ ദ്വിതീയ വിഭക്തി എന്നൊക്കെ നമ്മൾ ഉടനെ തന്നെ പഠിക്കും. ആ സംസ്കൃതമാകുന്ന അമ്മയെ അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. വന്ദേ മാതരം എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് എന്താണ് ഈ വന്ദേ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. അതുപോലെ മാതരം, മാതാ എന്ന് വെച്ചാൽ അറിയാം, പക്ഷെ മാതരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ചിലപ്പോ അറിയണ്ടാവില്ല. ഇപ്പൊ അമ്മയെ എന്നുള്ള അർത്ഥമാണ്. സംസ്കൃതമാകുന്ന അമ്മയെ വന്ദേ, വന്ദിക്കുന്നു. അപ്പൊ ഒന്നുകൂടി ചൊല്ലാം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. അപ്പോ ഈ ഒരു ശ്ലോകത്തോടു കൂടി ആരംഭിക്കാം. ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. കാരണം ഇങ്ങനെ ഒരു പ്രാവശ്യം ഇത് കാണിച്ചത് കൊണ്ട് എനിക്കറിയാം നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല എന്നുള്ളത് അറിയാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും നോട്ട്, പെന്ന് എടുത്ത് തയ്യാറായി നിൽക്കുക. അത് ഏത് ക്ലാസ് ആണെങ്കിലും, നമുക്ക് എന്ത് കാര്യത്തെ പറ്റി, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണെങ്കിൽ കൂടി നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ആകെ സംശയമാവും. ഇത് ക്ലാസ് അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കുമെങ്കിൽ കൂടി അതാണോ ഇതാണോ എന്നൊക്കെയുള്ള സംശയമാവും. അതുകൊണ്ട് നോട്ടും പെന്നും എടുത്ത് തയ്യാറായിട്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ശ്ലോകത്തോടു കൂടി നമ്മൾ തുടങ്ങി. ഭാഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പദങ്ങളുടെ അടിസ്ഥാനം അക്ഷരങ്ങളാണ്. സംസ്കൃതത്തില് മലയാളത്തിലുള്ളത് പോലെ തന്നെയുള്ള, അല്ലെങ്കിൽ ഹിന്ദിയിലുള്ളത് പോലെ തന്നെയുള്ള ആ ആ ഈ എന്ന് തുടങ്ങുന്ന ആ ഒരു അക്ഷരമാല തന്നെയാണ്. അത് പല ഭാഷകളിലും പല രീതിയിലാണല്ലോ. ഇപ്പൊ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നമുക്കറിയാം, അതിന്റെ രീതി വേറൊന്നാണ്. എഴുതുന്നത് ഒരു തരത്തില്, വായിക്കുന്നത് വേറൊരു തരത്തില്. ആ രീതിയിലാണ് ഇംഗ്ലീഷ് മുതലായുള്ള ഭാഷകള്. നമുക്ക് ഈ ഒരു അക്ഷരമാല, സംസ്കൃതം അക്ഷരമാല, അത് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കാരണം ദേവനാഗരി എന്നു പേരുള്ള ലിപിയാണ് സംസ്കൃതം അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ, സംസ്കൃത അക്ഷരങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്നത്. ലിപി എന്നുള്ളത് നമുക്കറിയാം ഈ ഒരു എഴുത്ത് രീതിയാണ്. അത് തന്നെയാണ് ഹിന്ദി ലിപി, ഹിന്ദിയുടെ ലിപിയും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃതം വിദ്യാലയത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഹിന്ദി പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു അക്ഷരമാലയൊക്കെ പരിചയം ഉണ്ടാവും. ഇതിന്റെ പേര് ദേവനാഗരി.
വേണമെങ്കിൽ നമുക്ക് ദേവനാഗരം എന്ന് നപുംസകലിംഗത്തിലും പറയാം. സാധാരണ ഈ ഭാഷാപരമായ കാര്യങ്ങൾ അതൊക്കെ സ്ത്രീലിംഗത്തിലാണ് പറയാറ്. അതുകൊണ്ട് ദേവനാഗരി എന്ന് പറയുന്നു. അത് മാത്രമല്ല ലിപിഹി എന്നുള്ളതും സ്ത്രീലിംഗമാണ്. അപ്പൊ ദേവനാഗരി എന്ന് പറയുന്നു. നാഗരം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്ത് നാഗരമാണോ കയ്യിലുള്ളത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതായത് പണ്ട് ഈ ഒരു മലയാളത്തിലുള്ള ആ ഭാഗവതം ഗുരുവായൂർ ദേവസ്വം ഇറക്കുന്ന ആ ഒരു ഭാഗവതം ഈ അടുത്ത കാലത്താണ് ഇറങ്ങി തുടങ്ങിയത്. അപ്പൊ അതിനു മുമ്പ് സംസ്കൃതത്തിലുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ചുരുക്കം ചിലതൊക്കെ ഉണ്ട്, പക്ഷെ ഇത്ര വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാഗരത്തിലുള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അത് ഈ സംസ്കൃത ലിപിയുടെ പേരാണ് ദേവനാഗരി ലിപിഹി. അപ്പൊ ഇതിലെ അക്ഷരങ്ങളെ നമുക്ക് അറിയാത്ത കാര്യമല്ല, അക്ഷരങ്ങൾ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് എന്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ. ഒരു ഭാഷ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഒരു ക്രമമുണ്ട്. അപ്പൊ നമുക്ക് അറിയാം എന്ന് വിചാരിച്ചിട്ട് അത് ഇല്ലാതെ ചിലപ്പോൾ നമ്മൾ ഈ 1ാം ക്ലാസ്സിലൊക്കെ ചേരുന്നത് അക്ഷരങ്ങളും പണ്ടൊക്കെ എല്ലാവരും അങ്ങനെയായിരുന്നു. അക്ഷരങ്ങളും ഗുണനപ്പട്ടികയും ഇതെല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചേരുന്നത്. എന്നാലും ആ ക്ലാസ്സിൽ പഠിപ്പിക്കാനുള്ളതൊക്കെ പഠിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഒന്ന് അക്ഷരമാല പരിചയപ്പെടുത്തുകയാണ്. അത് ഇങ്ങനെ വേണം എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ അറിയാം എന്ന് എനിക്കറിയാം, എങ്കിലും ഇതിന്റെ ഒരു രീതി അങ്ങനെയാണ്. എല്ലാ ഭാഷകളിലും അല്ല, മലയാളം, സംസ്കൃതം, ഹിന്ദി ഇവയിലൊക്കെ സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങൾ, ഇങ്ങനെ 2 വിഭാഗം ഉണ്ട് എന്നറിയാം. സ്വരം എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്വയം രാജതേ ഇതി എന്നാണ്. അതായത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നത്, അവയാണ് സ്വരാക്ഷരങ്ങൾ. ഈ അക്ഷരം എന്ന വാക്കിന് തന്നെ ഒരർത്ഥമുണ്ട്. ഒരിക്കലും നശിക്കാത്തതാണ് അക്ഷരം. അതാണ് അതിന്റെ അർത്ഥം, ഒരിക്കലും നശിക്കാത്തത്, ക്ഷയം ഇല്ലാത്തത്. അപ്പൊ ഈ ഭാഷ എന്നുള്ളത് അല്ലെങ്കിൽ ജ്ഞാനം എന്നുള്ളതൊക്കെ ഒരിക്കലും നശിക്കാത്തതാണ്. അത് എപ്പോഴും അതിന്റെ ഒരു ബീജം അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഇങ്ങനെ നശിക്കാത്തത് എന്നുള്ള അർത്ഥമാണ് അക്ഷരം എന്നുള്ളതിന്. അപ്പൊ ഇത് പറയുന്ന കാരണം ഇതൊക്കെ ഒരു പഠനത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും അത് എന്തുകൊണ്ട് ആ വാക്ക് നമ്മൾ പറയുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ പല 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 പദങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അതിനിങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല. സംസ്കൃതത്തെ സംബന്ധിച്ച് ഒരു പദവും വെറുതെ ആരും ഉപയോഗിച്ചിട്ടില്ല. ഏത് പദത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു നിഷ്പത്തി, ഒരു ധാതു അതുണ്ടാകും. അപ്പൊ അതുകൊണ്ട് പറയുന്നതാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ചില പദങ്ങൾ പറയുമ്പോൾ അതിന്റെ നിഷ്പത്തി അത് പറയുന്നത്. അപ്പൊ ഇവിടെ സ്വരാക്ഷരങ്ങള് നമുക്കെല്ലാം അറിയാം. ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, ഋ, ള്, എ, ഐ, ഓ, ഔ, അം, ആ. ഇതില് ചെറിയൊരു പ്രശ്നമുള്ളത് ഋ, ള് എന്നുള്ള അക്ഷരങ്ങള് അതിപ്പോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു അവസ്ഥയാണ് അതിന്. കാരണം ഋ എന്നുള്ളത് പിന്നെയും നമ്മൾ പിതൃണാം എന്നൊക്കെയുള്ള വാക്കിൽ ഉപയോഗിക്കും. പക്ഷെ ള് എന്നുള്ളത് ഉപയോഗിച്ചിട്ട് പദങ്ങൾ വളരെ കുറവാണ്. ഇപ്പൊ ഈ അക്ഷരമാല പഠിപ്പിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ മലയാളത്തിൽ എഴുതുന്നത് പോലെ ഉ, ഊ, ഋ, അത് കഴിഞ്ഞ് എ, ഐ, ഓ, ഔ, അങ്ങനെയാണ് ചിലരൊക്കെ ഇപ്പൊ പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് മലയാളത്തിലും നമുക്ക് ആ പ്രശ്നമുണ്ട്. ഋ കഴിഞ്ഞ് ഋ, ള്, ഈ അക്ഷരങ്ങള് ഇപ്പൊ ചിലർ എഴുതും, ചിലർ എഴുതില്ല. ഈ അക്ഷരമാല എഴുതുന്ന സമയത്ത് ചിലർ എഴുതും, ചിലർ എഴുതില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോ ഈ അക്ഷരങ്ങൾ ഇതില് ഹ്രസ്വം, ദീർഘം, ഇങ്ങനെ 2 വിഭാഗമുണ്ട്. ആ ഹ്രസ്വമാണ്, ആ ദീർഘം, ഈ ഹ്രസ്വം, ഈ ദീർഘം, ഉ ഹ്രസ്വം, ഊ ദീർഘം, ഋ ഹ്രസ്വം, ഋ ദീർഘം. പിന്നെ അതിൽ വേറൊരു വ്യത്യാസമുള്ളത്
മലയാളത്തിൽ നമുക്ക് എ എ ഐ ഇങ്ങനെ 3 അക്ഷരങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷേ സംസ്കൃതത്തിലും ഹിന്ദിയിലും എ എന്നുള്ളതിന്റെ ഹ്രസ്വം ഇല്ല. എ ഐ അങ്ങനെ ദീർഘം മാത്രമേ ഉള്ളൂ. ഓ ഔ. എ എന്നുള്ളതിന്റെ ഹ്രസ്വം ഇല്ല, ഓ എന്നുള്ളതിന്റെ ദീർഘം ഇല്ല. ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഈ ഹ്രസ്വം ദീർഘം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സംസ്കൃതത്തില് അതൊക്കെ മാറിപ്പോയാൽ അല്ലെങ്കിൽ ഒരു വിസർഗം മാറിപ്പോയാലൊക്കെ പദത്തിന്റെ അർത്ഥം മാറുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. അപ്പൊ നമ്മൾ കഴിയുന്നതും ഭാഗവതം വായിക്കാൻ പഠിക്കുകയാണെങ്കിലോ നാരായണീയം വായിക്കുമ്പോഴോ ഗീത വായിക്കുമ്പോഴോ ഒക്കെ എന്താണ് ശരിയായിട്ടുള്ള പദം എന്നുള്ളത് അതൊന്ന് കൃത്യമായി മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കുക. അതിന് നമ്മൾ ഒരാളുടെ അടുത്തുനിന്നാണ് പഠിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ പുസ്തകം വായിച്ച് അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കഴിയുന്നതും തെറ്റില്ലാത്ത നല്ല പ്രിന്റുകൾ വാങ്ങി, നല്ല പുസ്തകങ്ങൾ വാങ്ങി കൃത്യമായി എന്താണ് പദം എന്ന് മനസ്സിലാക്കുക. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചിട്ട് നമുക്ക് തെറ്റുകൾ അറിയാതെ വന്നു പോയേക്കാം. പക്ഷെ പരമാവധി നമ്മൾ ശുദ്ധമായിട്ട് വായിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് പലപ്പോഴും ഈ നമ്മുടെ അറിവില്ലായ്മയാണ് മറ്റുള്ളവര് പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് നമ്മളെ വാദിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ പല ഉദാഹരണങ്ങളും ഉണ്ട്. ഇപ്പൊ ഈ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി മുതലായിട്ടുള്ള പല കാര്യങ്ങൾ, അതുപോലെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, ഇതുപോലെയുള്ള ഗീതാ ശ്ലോകങ്ങൾ, അങ്ങനെയുള്ള, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ, എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോ നമുക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് അവരതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് തെറ്റാണെന്നോ അല്ലെങ്കിൽ എന്താണ് അവിടെ ഉദ്ദേശിച്ചതോ എന്നോ നമുക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ശുദ്ധമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിൽ അക്ഷരങ്ങൾ വളരെ പ്രധാനമാണ്. ഹ്രസ്വം ദീർഘം എന്നുള്ളത് അത് ഒരിക്കലും മാറിപ്പോവരുത്. പിന്നെ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ നോക്കാം. ഇത് ഓരോന്നോരോ സാന്ദർഭികമായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. അതിനിടയിൽ ഇവിടെ അനുസ്വാരം വിസർഗം എന്നുള്ള ഒരു 2 അക്ഷരങ്ങള്, അതായത് അം അ അഹ, അതിനെ അം എന്നുള്ളതിനെ അനുസ്വാരം എന്ന് പറയും. അനുസ്വാരഹ. അത് 2 തരത്തില് നമ്മൾ എഴുതി കണ്ടിട്ടുണ്ടാവും. ഒരക്ഷരം എഴുതിയിട്ട് അതിന് മുകളില് ഒരു കുത്ത് ഇടുന്നു, അം. പിന്നെ ഇപ്പൊ കം എന്നെഴുതുകയാണെങ്കിൽ ക എന്നെഴുതിയിട്ട് മാ എന്നെഴുതി താഴത്തൊരു ചരിച്ച് വരയിടുന്നു. ഇങ്ങനെ 2 തരത്തില് എഴുതി കണ്ടിട്ടുണ്ടാവും. അതുപോലെ വിസർഗം അഹ എന്നുള്ള അക്ഷരം, ഇതൊരു വ്യഞ്ജനാക്ഷരത്തോട് കൂടി ചേരുമ്പോ കഹ പഹ ഇങ്ങനെ ഹ എന്ന് ഉച്ചരിക്കുന്ന അക്ഷരം. അപ്പൊ ഇതില് അനുസ്വാരത്തെ സംബന്ധിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും പലപ്പോഴും സംശയം ഉണ്ടാവുന്നത് ഈ എവിടെയാണ് ഈ മുകളിലെ കുത്തിട്ട് എഴുതുന്നത്, പിന്നെ എവിടെയാണ് മ എന്ന് എഴുതുന്നത്, അതിനെപ്പറ്റി പലർക്കും സംശയം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ആണ് ഇവിടെ താഴത്ത് തന്നിരിക്കുന്നത്. നമ്മള് മുകളിൽ കുത്തിട്ട് എഴുതുന്നത് ഒരു വാക്യം എഴുതുന്ന സമയത്ത് അത് കഴിഞ്ഞ് വ്യഞ്ജനാക്ഷരം ആണ് വരുന്നതെങ്കിൽ മുകളിൽ അനുസ്വാരം ഇട്ടിട്ട് എഴുതുന്നു. അനുസ്വാരം എന്നാണ് അതിന് പറയാ. മുകളിൽ അനുസ്വാരം ഇട്ടിട്ട് എഴുതുന്നു. ഇപ്പൊ ഇവിടെ ഒരു വാക്യം തന്നിട്ടുണ്ട്. തത് മമ ഭവനം ഭവതി. തത് എന്ന് വെച്ചാൽ അതാണ്, മമ എന്റെ, ഭവനം വീട്, ഭവതി ആണ് അതെന്റെ വീടാണ്. തത് മമ ഭവനം ഭവതി. ഇവിടെ നം എന്നുള്ള അക്ഷരം കഴിഞ്ഞിട്ട് വ്യഞ്ജനാക്ഷരാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് മുകളിൽ അനുസ്വാരം ഇട്ട് എഴുതി. ഇനി അതേപോലെ അടുത്ത വാക്യം ഏതത് മമ പുസ്തകം അസ്തി. തത് അത്, ഏതത് ഇത്, ഇത് എന്റെ പുസ്തകമാണ്, അസ്തി എന്നുള്ളതിനാണ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ പുസ്തകം എന്നുള്ളതിലെ അനുസ്വാരം കഴിഞ്ഞിട്ട് ഒരു വ്യഞ്ജനാക്ഷരാണ് വരുന്നത്, അതുകൊണ്ട് മ എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ അടുത്ത വാക്യം ഭാരതം മമ രാഷ്ട്രം, നമുക്കൊക്കെ പരിചയമുള്ള വാക്യം. അപ്പൊ അതിൽ ആദ്യത്തെ
എന്ന് വരുന്നത് തം എന്നുള്ളതില് അവിടെ അത് കഴിഞ്ഞ് വ്യഞ്ജനാക്ഷരം ആയതുകൊണ്ട് അനുസ്വാരം ഇട്ടിട്ട് എഴുതുന്നു. ഇനി രാഷ്ട്രം എന്നുള്ളത് ഒരു വാക്യത്തിലെ അവസാനത്തെ അക്ഷരമാണ്, അവസാനത്തെ ഭാഗമാണ്. അതുകൊണ്ട് അവിടെ മ് എന്ന് എഴുതണം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ രീതി. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇത് പലർക്കും സംശയം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, ഈ അനുസ്വാരം വിസർഗം. പിന്നെ വിസർഗം ഉച്ചരിക്കണോ എന്നുള്ളതിന്റെ കാര്യത്തില് കേരളീയമായിട്ടുള്ള രീതി, ഗദ്യമാണെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഹ എന്ന് ഉച്ചരിക്കും. ഇപ്പൊ തത്ര ഏകഹ മാർജാരഹ അസ്തി, സഹ സുന്ദരഹ അസ്തി. ഇങ്ങനെ നമ്മൾ ഗദ്യഭാഗമാണ് വായിക്കുന്നതെങ്കിൽ എല്ലാ വിസർഗവും നമ്മൾ ഉച്ചരിക്കും. പദ്യമാണെങ്കിൽ ഒരു വരിയിലെ അവസാനം ഉച്ചരിക്കുകയോ ഉച്ചരിക്കാതിരിക്കുകയോ ചെയ്യാം. ഇപ്പൊ ഗുരുർ ദേവോ മഹേശ്വരഃ, മഹേശ്വരഃ എന്ന് പറയാം, അല്ലെങ്കിൽ ഗുരുർ ദേവോ മഹേശ്വര എന്ന് പറഞ്ഞ് നിർത്താം. പക്ഷെ അവിടെ നിർത്തുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ദീർഘമായിട്ട് മഹേശ്വര എന്ന് പറയാൻ പാടില്ല. ഒരു പകുതിക്ക് വെച്ച് നിർത്തണം എന്നാണ്. അത് അവസാനത്തിൽ ആണ് വിസർഗമെങ്കിൽ. ഇനി നടുവിൽ വരുന്ന വിസർഗം, അതായത് പദ്യത്തില് നടുവിൽ വരുന്ന വിസർഗങ്ങൾ നമ്മൾ ഉച്ചരിക്കാറില്ല കേരളീയര്. അതാണ് വിസർഗത്തിന്റെ ഉച്ചാരണ രീതി. ഒന്നുകൂടി പറയാം, ഇത് പലർക്കും ഉണ്ടാവുന്ന സംശയമാണ്. ഈ ഭാഗവത നാരായണിയൊക്കെ വായിക്കുന്നവർ എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മളൊരു ഗദ്യമാണ് വായിക്കുന്നതെങ്കിൽ എല്ലായിടത്തും ഹ ഉച്ചരിക്കണം. പദ്യമാണ് വായിക്കുന്നതെങ്കിൽ ഒരു വരിയുടെ അവസാനത്തിലുള്ളത് നമുക്ക് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ പറയാതിരിക്കുമ്പോൾ അവിടെ വിസർഗം ഉണ്ട് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവണം. ഇപ്പൊ ഗുരു എന്നാണ് അവസാനമെങ്കിൽ ഗുരു എന്ന് അങ്ങനെ മുഴുവൻ അത് പറയാതെ അവിടെ നിർത്തണം. അതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഗുരുഹു എന്ന വിസർഗത്തോടു കൂടി ഉച്ചരിക്കുകയാണെങ്കിൽ അത് സ്പഷ്ടമാകും. അതാണ് ഒന്നുകൂടി നല്ലത്, അവസാനത്തിൽ പദ്യത്തിന്റെ വരിയുടെ അവസാനം വരുമ്പോ. ഇനി ഈ പദ്യത്തിൽ നടുവിൽ വരുന്ന വിസർഗം ഉച്ചരിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണ് കേരളീയമായിട്ടുള്ള രീതി. പക്ഷേ കേരളത്തിന് പുറത്തുള്ളവര് എല്ലാ വിസർഗങ്ങളും ഉച്ചരിക്കാറുണ്ട്. അപ്പൊ അതൊരു പ്രാദേശിക ഭേദമാണ്. നമുക്ക് നമ്മുടെ രീതി സ്വീകരിക്കാം. ചില സന്ദർഭങ്ങളിൽ ഈ മറ്റ് സംസ്ഥാനത്തിലുള്ളവരും കേരളീയരും ഒക്കെ ഒരുമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും നിങ്ങളത് പറയാറില്ല എന്നുള്ള രീതിയിൽ അതൊരു വിമർശനമായിട്ട്, ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ഒരു വിമർശനമായിട്ടൊക്കെ അവര് പറയും. പക്ഷെ നമുക്കത് നമ്മുടെ രീതിയാണ്. നമുക്ക് നമ്മുടെ ഒരു പാരമ്പര്യം, ആ ഒരു രീതി തുടർന്ന് വരിക, അത്രയേ ഉള്ളൂ. അതെല്ലാത്തിലും ഉണ്ടല്ലോ. ഇപ്പോ കേരളത്തിൽ തന്നെ 100 മലയാളം, 6 മലയാളിക്ക് 100 മലയാളം എന്നൊക്കെ പറയും. അപ്പൊ ചിലരുടെ ചില പദങ്ങൾ മറ്റു ദേശത്തിലുള്ളവർക്ക് മോശമായിട്ടൊക്കെ തോന്നാം. അത് നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മുടെ രീതി ഇങ്ങനെയാണ്. അപ്പൊ സമയം ഒരു 7:50 ആയിട്ടുണ്ട്. ഒരു ശ്ലോകം കൂടി പറയാം അല്ലെ? നിർത്താനായോ? ആയിക്കോട്ടെ, ഒരു ശ്ലോകം കൂടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇന്നിപ്പോ തുടങ്ങിയ ഒരു ദിവസമല്ലേ, നമുക്ക് സമയം പരിപാലിക്കാം. അപ്പൊ ഈ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു, ആ ഒരു ശ്ലോകം നമുക്ക് നല്ല പരിചയമുള്ള ശ്ലോകമാണ്. അപ്പൊ അതിന്റെ ഒരു അടുത്ത ശ്ലോകമായിട്ട്, ഇതും എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നതായിരിക്കും, ആ ഒരു ശ്ലോകത്തെ പരിചയപ്പെടുത്തിയിട്ട് നിർത്താം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇപ്പോഴാണ് കണ്ടത് ചക്ഷു എന്നുള്ളതില് ഒരു തെറ്റ് വന്നിട്ടുണ്ട് ടൈപ്പ് ചെയ്തപ്പോ. ഞാനത് മാറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതുകൊണ്ടാണ് ഉടനെ സ്റ്റോപ്പ് ചെയ്തത്. ചക്ഷു, ആ ഉകാരത്തിന്റെ ചിഹ്നത്തിന് പകരം ചിഹ്നം മാറിപ്പോയിട്ടുണ്ട്. അത് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ ഗ്രൂപ്പിൽ ശരിയായിട്ട് ഷെയർ ചെയ്യാം. അപ്പോ ഗുരുവിനെ സ്തുതിക്കുന്ന ശ്ലോകാണ്. ആരാണോ അജ്ഞാനം കൊണ്ട് തിമിരം ബാധിച്ച
എൻ്റെ കണ്ണിനെ, ചക്ഷുഹു ചക്ഷുഹു ഇത്യസ്യ നേത്രം ഇതി അർത്ഥഃ. ചക്ഷുസിനെ, കണ്ണിനെ ആരാലാണോ ഉന്മീലിതം, ആരാണോ തുറക്കപ്പെടുന്നത് ആരാലാണോ, എങ്ങനെ? ജ്ഞാനാഞ്ജന ശലാകയ, ജ്ഞാനമാകുന്ന അഞ്ജന ശലാക കൊണ്ട് ആരാണോ, അഞ്ജനം എന്ന് പറയുന്നത് കണ്ണിൽ എഴുതുന്ന ഒരു മരുന്ന് കൂടിയാണ്. അപ്പോൾ ആ ജ്ഞാനമാകുന്ന അഞ്ജന ശലാക കൊണ്ട് ആരാണോ എൻ്റെ ആ അജ്ഞാനമാകുന്ന അന്ധതയെ തുറപ്പിക്കുന്നത്, അങ്ങനെയുള്ള ഗുരുവിന് നമസ്കാരം. അപ്പൊ ഈ ഒരു ശ്ലോകമാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത്. ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ തുടരാം. ഒരു ഒറ്റ വാക്യം കൂടി പറയാം. അപ്പൊ നമുക്ക് സംഭാഷണം വേണമല്ലോ. മമ നാമ ഉമ, നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന വാക്യാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചിലപ്പോ. മമ നാമ ഉമ, അഹം എന്നുള്ളത് ഞാൻ, അഹം അധ്യാപിക. ഈ അധ്യാപിക എന്നുള്ളതിന് പകരം ചേർത്തിട്ട് നമുക്ക് മറ്റു പദങ്ങൾ പറയാം. അഹം ഭാരതീയ, അഹം സ്ത്രീ, അഹം വനിത, ഇങ്ങനെ അഹം മാതാ, ഇങ്ങനെ പദങ്ങൾ ചേർത്ത് പറയാം. ഇപ്പം നമുക്ക് വരുന്ന 2 ആഴ്ചകളിലുള്ള പ്രവർത്തനം ഒന്ന് ഇതായിക്കോട്ടെ. കാരണം എന്താണ്? അഹം, ഞാൻ ഇന്നയാളാണ് എന്ന് നമുക്ക് നമ്മളെ തന്നെ പല പല വിശേഷണങ്ങളും കൊടുക്കാലോ. അങ്ങനെ പരമാവധി വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ട് ആ വാക്യങ്ങള് പറയല് അല്ലെങ്കിൽ എഴുതലാവട്ടെ നമ്മുടെ വരുന്ന പ്രവർത്തനം. അപ്പൊ ഇന്ന് സമയം കുറച്ചധികം വൈകിട്ടുണ്ട്. നമുക്ക് അടുത്ത ആഴ്ചയല്ല, അതിനടുത്ത ആഴ്ച കാണാം. സർവേഭ്യോ നമസ്കാരഃ. നമസ്കാരം ടീച്ചറെ. അപ്പൊ നമ്മൾ ഇന്ന് വളരെ മനോഹരമായിട്ട് സംസ്കൃത മാതാവിനെ വന്ദിച്ചുകൊണ്ട് വന്ദേ സംസ്കൃത മാതരം, അങ്ങനെ സംസ്കൃത മാതാവിനെ വന്ദിച്ചുകൊണ്ട് വേദവാണിയായ സംസ്കൃതത്തിന്റെ 2ാം സെഷൻ നാം ഇന്നിവിടെ തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത ക്ലാസ് ജൂലൈ 21 ആണ്. വൈകിട്ട് 7 മണി മുതൽ 7:30 മണി വരെ. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ പൂർണ്ണമായിട്ടും നിർബന്ധിതമായിട്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളും നടത്തുക. അതുകൊണ്ട് എല്ലാവരും സമയത്തിന് തന്നെ എത്തുക എന്നുള്ളത് വളരെ പ്രാർത്ഥനയോടുകൂടി താല്പര്യപ്പെട്ടുകൊള്ളുന്നു. പിന്നീട് പഠനം ഒരു തപസ്യയാണ്. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ പഠനത്തിന് വേണ്ടി നാം ഉത്സാഹിക്കണം. നാം എല്ലാവരും ഉത്സാഹിച്ച് തപസ്യയോടുകൂടി പഠാമി സംസ്കൃതം നിത്യം എന്നുള്ള വാക്യമാണ് ടീച്ചർ ആദ്യം ഉച്ചരിച്ചത്, അല്ലേ? അപ്പൊ നിത്യവും നമ്മൾ ഈ പഠിപ്പിച്ചത് ഉച്ചരിച്ചുകൊണ്ട് വദാമി സംസ്കൃതം നിത്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ പ്രാക്ടീസ് ചെയ്യുക. പഠന സമയത്ത് ഇത് വേണ്ടതെല്ലാം എഴുതിയെടുക്കുക. ടീച്ചർ ഇതെല്ലാം ക്ലാസ്സുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടുതരുന്നതാണ്. സംശയങ്ങളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ടീച്ചറോട് ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ പൂർണ്ണമായി എത്തണം എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി പ്രകാശനത്തിനായിട്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ജയ്പൂർ ചാപ്റ്റർ കോർഡിനേറ്റർ ആയിരിക്കുന്ന ശ്രീമതി ഓമന വാസുദേവനെ ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജയശങ്കര. ഓമനാജി ഇല്ലേ? ശ്രീ ഓമന വാസുദേവൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ. ഓമന ടീച്ചറെ കാണുന്ന ശ്രീ ഓമന വാസുദേവൻ, അതല്ലെങ്കിൽ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എല്ലാമായിരിക്കുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി ശ്രീ ബ്രഹ്മശ്രീ ജ്യോതിഷ് ശ്രീകൃഷ്ണയെ ഇന്നത്തെ ഈ ക്ലാസ് ഔപചാരികമായിട്ട് പൂർത്തീകരിക്കുവാനായിട്ട് നന്ദി പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ജയശങ്കര. ടീച്ചർ കാണുന്നുണ്ട്. പറഞ്ഞുകൊള്ളു. സമയത്തിന്റെ പരിമിതി മൂലം ഓമന ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഇന്ന് നമ്മൾ മഹത്തായ ഒരു കർമ്മത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്.
സുഹൃതം സംസ്കൃതം എന്നുള്ള പേരിൽ മുമ്പ് ജയേട്ടനും അതേപോലെ തന്നെ പ്രീതേട്ടത്തെയും ഉഷേട്ടത്തെയും എല്ലാവരും സംസാരിച്ചതുപോലെ തന്നെ ഒരു മഹത്തായ ഒരു ഗുരുവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും എല്ലാവരും ഈ സംസ്കൃത ക്ലാസ് ഉപയോഗപ്പെടുത്തണം, പരമാവധി ഉപയോഗപ്പെടുത്തുക. നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സംസ്കൃത ക്ലാസ് അല്ലെങ്കിൽ സംസ്കൃതം നല്ലവണ്ണം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മുമ്പ് ക്ലാസ് നടത്തിയവരും അങ്ങനെ തന്നെയാണ്, എല്ലാവരും സംസ്കൃതം പഠിച്ചു തന്നെയാണ് ഇവിടുന്ന് ഇറങ്ങിയത്. ഇപ്പം എന്തായാലും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എന്താ പറയുക, എല്ലാവർക്കും പ്രത്യേകിച്ച് ഉമ ടീച്ചർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പഠിതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയശങ്കര. 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 നമുക്ക് അടുത്ത ക്ലാസ്സിൽ എല്ലാവരും വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തേക്ക് എല്ലാവർക്കും വിട. ജൂലൈ 21 വൈകിട്ട് 7 മണിക്ക്. ജയശങ്കര. 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 ഇതിന്റെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂറിന് ശേഷം 2 മണിക്കൂറിന് ശേഷമോ ഗ്രൂപ്പിൽ കാണാവുന്നതാണ്. ജയശങ്കര. ജയശങ്കര. ജയശങ്കര.